Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജീര റൈസ് ആണ്. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് ആണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ജീര റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് അരിയാണ്. അപ്പോൾ ഇത് ഞാനൊരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. കുതിർത്തിട്ട് ഇപ്പോൾ കഴുകിയെടുത്തതാണിത്. അപ്പം നമ്മളിത് എടുക്കുമ്പോൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വേണം നമുക്കിനി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇത് കണക്കത്തെ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അരി എടുക്കുമ്പോൾ നികത്തിയാണ് എടുത്തേക്കുന്നത്, കുമിച്ചല്ല എടുത്തേക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് വറ്റിക്കുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണേണ്. നെയ്യില്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആണെന്നുണ്ടെങ്കിലും ബട്ടർ ചേർത്താലും മതി. ഇനി നെയ്യ് ചേർക്കേണ്ട, അപ്പോൾ കുറച്ച് ഹെൽത്തി വാഷാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ചേർക്കാം നമുക്ക്. അപ്പോൾ ഇനി നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരണം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്നത് 3 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓപ്ഷനിലാണിത്. ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ. അപ്പോൾ ഏലക്ക ഇടുമ്പോൾ ഞാൻ ഇതിൻ്റെ തലവശം ഇച്ചിരി ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിത്തെറിക്കത്. അപ്പോൾ അതങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഈ നെയ്യിലേക്ക് ഇടാം. അപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ എണ്ണയിലേക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങി വരണം. ഇത് ശരിക്കും പറഞ്ഞത് നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്, ഈ ജീര റൈസ് എന്നുള്ളത്. അപ്പം നമുക്ക് ജീരകം തന്നെയാകുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പട്ടയും ഇതുപോലെ ഏലക്കയും കൂടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം അതിട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതെന്തായാലും ഇട്ട് കൊടുക്കണം നമുക്ക്. ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരണം, ഒരുപാട് കരിഞ്ഞു പോകരുത്. ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് മൂത്തേച്ചാൽ മതി. ഇനി അപ്പോൾ ഇതൊക്കെ തീയൊക്കെ നല്ല ലോ ഫ്ലെയിമിലാട്ടോ കിടക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇടാം. ഇനി ഈ അരി ഈ നെയ്യിൻ്റെ അകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. അപ്പോൾ ഒന്ന് കുറച്ച് സമയം ഈ നെയ്യിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും, ഇങ്ങനെ നമ്മൾ പൊരിയണ പോലെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ചേർക്കാം. ഈ റൈസ് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേട്ടില്ലേ? ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ ഇത് കണക്കത്തെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. അപ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കുക. അപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ് അരി എന്ന് പറയുമ്പോഴത്തേക്ക് 4 ഗ്ലാസ് വെള്ളമായിരിക്കണം ഒഴിക്കേണ്ടത്. അതുപോലെ വെള്ളം എടുക്കുമ്പോൾ ഇതേപോലെ മുകളിൽ വരെ വെള്ളം എടുക്കണം, പകുതിയൊന്നും എടുക്കരുത്. കറക്റ്റ് എടുത്താൽ മാത്രമേ നമ്മൾ ഈ വെക്കുന്ന ഈ മെഷർമെൻറ്റ് കറക്റ്റ് ആവുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1 നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. ഇതൊരു ചെറിയ നാരങ്ങയാണ്, അപ്പോൾ വലിയ നാരങ്ങ എന്ന് പറഞ്ഞാൽ എനിക്ക് പകുതി നാരങ്ങയുടെ പീസ് മതിയാവും. അതിപ്പോൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം, എന്നിട്ട് ഇത് അടച്ചു വെക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ ഇത് നമ്മൾ കറക്റ്റ് നല്ലപോലെ ഇത് വെന്ത് വരത്തുള്ളൂ. ഇപ്പോൾ വെള്ളം നല്ലതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. ഇത് മൂടി വെച്ചിട്ട് ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കുക. എത്രയും ചെറുതാക്കാവോ അത്രയും ചെറുതാക്കി വെക്കുക. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് വെള്ളം വറ്റി വരണം. അപ്പോൾ ഇതൊന്ന് വെള്ളം വറ്റി വരട്ടെ എന്ന് നോക്കാം. ചോറിലേക്ക് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അരി വെന്തോ നോക്കട്ടെ.
കറക്റ്റായിട്ട് അരിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ കുറച്ചധികം മല്ലിയില വേണം. അപ്പോൾ ആ മല്ലിയിലേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചോറ് പൊട്ടിപ്പോകരുത്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എല്ലായിടത്തും മല്ലിയില പറ്റുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിയില എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി ഇതൊരു മല്ലിയില ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിത് ചൂടാറി കഴിഞ്ഞപ്പോൾ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ ഫ്രൈയോ ചിക്കൻ കറിയോ ഒക്കെയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.